ഹായ് ഡിയേഴ്സ്, ഞാൻ പ്രീത. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാണ്. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുവാണ്. ഇതുപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി സോഫ്റ്റിലാണ് കുഴച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താഴ്ന്നു പോകുന്ന കണ്ടില്ലേ, ഈ രൂപത്തിലാണ് കുഴച്ചെടുത്തത്. ഇനി ഈ മാവ് ഞാൻ കൈവെള്ളയിൽ വെള്ളം നനച്ചതിന് ശേഷം കുഴച്ച് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് ഈ ഉരുളകൾ അതിലേക്കിട്ടു നന്നായി വേവിച്ചെടുക്കുകയാണ്. ഏതാണ്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം തിളക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് അടുപ്പിൽ ഒരു പാൻ അടുപ്പിൽ വെച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിൽ കടുക്, ചെറുതായി അരിഞ്ഞ സവാള, ഒരു വറ്റൽമുളക് കൂടുതൽ ഇടുന്നില്ല, ചെറിയ എരിവ് മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കുകയാണ്. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ക്രഷ്ഡ് നാളികേരം ഇത്തിരി ചേർക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടെ കറിവേപ്പിലയും ആഡ് ചെയ്തു. നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഉരുളകൾ ഒരു സ്റ്റെയിനർ ഉപയോഗിച്ച് കോരിയെടുത്ത് ഇതിലേക്ക് ഇടുവാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിനി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചെറു തീയിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി കഴിച്ച് മടുത്തവർക്ക് അത്യാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് നെയ്യിൽ കടുകും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ വഴറ്റിയെടുത്തത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും അറിയാമായിരിക്കും. ചിലവർ മധുരം ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.